ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് സെലക്ഷൻ ആണ് നാളത്തെ ട്രേഡിങ്ങിന് വേണ്ടിയുള്ളത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സ്റ്റോക്ക് എഡ്ജിൽ ഡെറിവേറ്റീവ് അനലിറ്റിക്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇത് നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് OI ട്രെൻഡ് ന്യൂ ഷോർട്ട് അല്ലെങ്കിൽ ന്യൂ ലോങ് പൊസിഷൻ വരണം, അതുപോലെ ഓപ്പൺ ഇൻട്രസ്റ്റ് 10% മുകളിൽ വരണം, അതുപോലെ വോളിയം ആൻഡ് ഡെലിവറി പെർസെൻറ്റേജും 2x മുകളിൽ വരണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലൂപ്പിനാണ് ഇന്ന് വന്നിരിക്കുന്നത്. ന്യൂ ഷോർട്ട് പൊസിഷനാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് 19.7% ഉണ്ട്, അതുപോലെ തന്നെ വോളിയം ഡെലിവറി 4.7x 3.1x ഉണ്ട്. അപ്പോൾ നമുക്ക് ലൂപ്പിന് സെലക്ട് ചെയ്യാം. ഈ ലൂപ്പിൻ്റെ ഓപ്ഷൻ ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ ലൂപ്പിൽ നിന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 1610 ലെവലാണ്. അപ്പോൾ ഈ ഒരു പ്രൈസിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സ്ട്രൈക്കിൽ എന്താണ് സംഭവിച്ചത് നോക്കാം. അത് നമുക്ക് OI പ്ലസ് ഓർ മൈനസിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കൂടെ കാണാൻ സാധിക്കും 1640 നല്ല രീതിയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലൂപ്പിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്ത് 1640 ലെവലൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ റെസിസ്റ്റൻസ് ആയി കാണാൻ സാധിക്കുന്നുണ്ട്. മുമ്പ് ആ ഒരു ഏരിയ സപ്പോർട്ടായിരുന്നു, ഇപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് ആണ്. ഇനി നമുക്ക് അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ലെവലൂടി മാർക്ക് ചെയ്യാം. ഇവിടെ ഒരുപാട് ക്യാൻഡിൽസ് ടച്ച് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ ആ ലെവൽസ് മാർക്ക് ചെയ്യാം. 1646. അപ്പോൾ നാളത്തെ ലൂപ്പിൻ്റെ ലെവൽ എന്ന് പറയുന്നത് 1640ഉം 1646ഉം ആണ്. അപ്പം ഈ ലൂപ്പിന് അപ്സൈഡ് പോകണമെങ്കിൽ ഈ ഒരു 1646 ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് ബോളിക്ക് പോവുകയാണെങ്കിലാണ് അപ്സൈഡിന് ചാൻസ് ഉള്ളത്. അതല്ല എങ്കിൽ മാർക്കറ്റ് ഈ ഒരു 1640-46 ലെവൽ ടച്ച് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ നല്ല രീതിയിൽ ഡൗൺ സൈഡ് വരാനും ചാൻസ് ഉണ്ട്. നിങ്ങൾ ലൂപ്പിൻ ഈ ഒരു ലെവൽസ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി അടുത്ത സ്റ്റോക്സ് SRF ആണ്. SRF ന്യൂ ഷോർട്ട് പൊസിഷനാണ്. 16.8% ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്, 5.6x വോളിയും 3.7x ഡെലിവറി ഉണ്ട്. ഇനി നമുക്ക് SRFൻ്റെ ഓപ്ഷൻ ചെയ്ത് നോക്കാം. അപ്പോൾ SRF 2416 ലെവലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് OI പ്ലസ് ഓർ മൈനസ് നോക്കാം. അപ്പം നമുക്ക് കൂടെ കാണാൻ സാധിക്കും 2400 ലെവലിൽ നല്ല രീതിയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് SRFൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്തിട്ട് 2400 ലെവലൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ തൊട്ട് താഴെ ഒരു ലോ വന്നിട്ടുണ്ടായിരുന്നു, ആ ലെവലും മാർക്ക് ചെയ്യാം. 2388. അപ്പോൾ ഇപ്പോൾ SRFൽ 2400 2388 ആണ് സപ്പോർട്ടായി നിൽക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം ഈ ഒരു സപ്പോർട്ട് ടച്ച് ചെയ്ത് തിരിച്ച് കയറുകയാണെങ്കിൽ അപ്സൈഡിന് ചാൻസ് ഉണ്ട്. അതല്ല ഈ 2388 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് നോക്കാം. റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ ഡൗൺ സൈഡ് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ SRFൽ 2400 2388 ലെവലൊന്ന് മാർക്ക് ചെയ്തൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി അടുത്ത സ്റ്റോക്സ് ഏതാ നോക്കാം. അടുത്തത് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് വോളിയം ഡെലിവറി പെർസെൻറ്റേജ് കുറവായതുകൊണ്ട് തന്നെ നമ്മളത് അവോയ്ഡ് ചെയ്യാണ്. പിന്നെ അടുത്തത് ഗോദ്രേജ് CP ആണ്. ന്യൂ ലോങ് പൊസിഷനാണ് വന്നിരിക്കുന്നത്. അതുപോലെ 11% മുകളിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. വോളിയം 9.3x ഡെലിവറി 2.6x ഉണ്ട്. നമുക്കതും സെലക്ട് ചെയ്യാം. നമുക്ക് ഓപ്ഷൻ ചെയ്ത് നോക്കാം. അപ്പോൾ മാർക്കറ്റിൽ നിന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 1322 ലെവലിലാണ്. ഇപ്പോൾ 1322 അടുത്ത് നടക്കുന്ന സ്ട്രൈക്കിൽ എന്താ സംഭവിച്ചത് നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും 1300 നല്ല രീതിയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1300 ലെവലിൽ ഗോദ്രേജ് CPയിൽ മാർക്ക് ചെയ്യാം. ഇവിടെ തൊട്ട് താഴെ ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് കയറിപ്പോയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലെവൽ മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ 1300 1283 ലെവലാണ് ഇപ്പോൾ സപ്പോർട്ടായി നിൽക്കുന്നത് ഗോദ്രേജ് CPയിൽ. അപ്പോൾ അടുത്ത ദിവസം ഈ ഒരു ലെവൽ ടച്ച് ചെയ്ത് തിരിച്ച് കയറുകയാണെങ്കിൽ അപ്സൈഡിന് ചാൻസ് ഉണ്ട്. അതല്ല ഈ ഒരു 1283 ലെവൽ താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് നോക്കാം. റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ ഡൗൺ സൈഡ് പോകാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇൻട്രാഡേക്ക് മാത്രമല്ല സ്വിംഗ് ട്രേഡിങ്ങിനും യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു സ്ട്രാറ്റജി. എപ്പോഴൊക്കെയാണോ ഈ ലെവൽസിൻ്റെ മുകളിൽ മാർക്കറ്റ് ട്രേഡ് എടുക്കുന്നത് അപ്പോൾ ഒരു അപ്സൈഡിന് ചാൻസ് ഉണ്ട്. കഴിഞ്ഞ ദിവസം നൽകുന്ന സ്റ്റോക്സ് ടൈറ്റൻ ആയിരുന്നു. ടൈറ്റൻ നമ്മൾ 3300 3285 ആയിരുന്നു തന്നിരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലെവൽസ് ബ്രേക്ക് ചെയ്തു, വീണ്ടും റീടെസ്റ്റ് ചെയ്തു, നല്ല രീതിയിൽ താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത് ബ്രിട്ടാനിയ ആയിരുന്നു. അപ്പോൾ ബ്രിട്ടാനിയ നമ്മുടെ ലെവൽസിൽ ടച്ച് ചെയ്തിട്ടില്ല, അതിന് മുകളിൽ തന്നെയാണ് ട്രേഡ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് ഈ ലെവൽസിൽ ടച്ച് ചെയ്ത് തിരിച്ചു കയറുകയാണെങ്കിൽ അപ്സൈഡിന് ചാൻസ് ഉണ്ട്. അതല്ല ഈ ലെവൽ താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഡൗൺ സൈഡിൻ്റെ ചാൻസ് ഉണ്ട്. അതൊന്ന് വാച്ച് നോക്കാം.
പിന്നെ PNB ആയിരുന്നു. PNBയും ഉള്ള ലെവൽസ് ടച്ച് ചെയ്തില്ല, താഴേക്കാണ് വന്നിരുന്നുകൊണ്ടിരുന്നത് മാർക്കറ്റ്. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും മാർക്കറ്റ് തിരിച്ച് കയറി ഈ ലെവലിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് വീണ്ടും ഒരു സെൽ ചാൻസ് വരാൻ ചാൻസ് ഉണ്ട്. 130-50 ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഈ അപ്സൈഡിന് ചാൻസ് PNBയിൽ. പിന്നെ അൽക്കീമാണ് തന്നിരുന്നത്. അപ്പോൾ അൽക്കീം ഇവിടെ കാണാൻ സാധിക്കും, മാർക്കറ്റ് ഇവിടെയാണ് ഓപ്പൺ ചെയ്തിരുന്നത്. അതിനുശേഷം എക്സാക്ട് നമ്മുടെ ആ ഒരു ലെവൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന 5000 4980 ലെവലിൽ ടച്ച് ചെയ്തിട്ട് തിരിച്ച് കയറി കണ്ടോ. അപ്പോൾ ഈ ലെവൽ നല്ല രീതിയിൽ വർക്കിംഗ് ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. നമ്മൾ പ്രീവിയസ് ചെയ്തെങ്കിൽ വീഡിയോസ് ഒന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഈ ലെവൽസ് വർക്ക് ചെയ്യണമെന്ന്. അപ്പോൾ ഈ ലെവൽസ് നമുക്ക് ഇൻട്രാഡേക്ക് മാത്രമല്ല സ്വിംഗ് ട്രേഡിങ്ങിനും യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജിക് വീഡിയോസ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.